വിഷുക്കാലത്തിൻ്റെ വരവറിയിച്ച് ഇത്തവണയും നാടെങ്ങും കണിക്കൊന്ന പൂത്തുലഞ്ഞു. പ്രകൃതിയെ പീതവർണ്ണമണിയിച്ച് വഴിയോരങ്ങളിലും മറ്റും പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നയുടെ ദൃശ്യം നയനമനോഹരമാണ്. കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. കവി അയ്യപ്പൻ പണിക്കരുടെ കവിതയിലെ ഈരടി പോലെ വിഷുവിൻ്റെ വരവറിയിച്ച് കണിക്കൊന്ന പൂത്തുലഞ്ഞ് പീതവർണ്ണമണിഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ചയാണ് നാടെങ്ങും കാണാനാവുന്നത്. വിഷു ആഘോഷങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് കണിക്കൊന്നയ്ക്ക്. വിഷു ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങായ വിഷുക്കണിയൊരുക്കുന്നതിന് കണിക്കൊന്നയ്ക്കുള്ള സ്ഥാനവും ഏറെ പ്രധാനം തന്നെ. അതുകൊണ്ട് തന്നെ കണിയൊരുക്കാനുള്ള കൃഷ്ണവിഗ്രഹത്തിനും കണിവെള്ളരിക്കുമൊപ്പം കണിക്കൊന്നയും വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന കാഴ്ചയും വിഷുക്കാലത്ത് വഴിവാണിഭങ്ങളിലെ കാഴ്ചയാണ്. കണിക്കൊന്നയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ത്രേതായുഗത്തിൽ രാവണൻ അപഹരിച്ച സീതയെ അന്വേഷിച്ചു പോകുന്ന ശ്രീരാമൻ വഴിമധ്യേ സുഗ്രീവനെ കണ്ടുമുട്ടുകയും സഖ്യമുണ്ടാക്കുകയും ചെയ്തു. സീതയെ കണ്ടുപിടിക്കാൻ സഹായിക്കാമെന്ന സുഗ്രീവൻ്റെ ഉറപ്പിന്മേൽ സുഗ്രീവന് വേണ്ടി ബാലിയെ വധിക്കാമെന്ന് ശ്രീരാമനും ഉറപ്പ് നൽകുന്നു. തുടർന്ന് ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്നാണ് ശ്രീരാമൻ ബാലിയെ വധിക്കുന്നത്. പിന്നീട് ഈ മരം കാണുന്നവരൊക്കെ അതിനെ നോക്കി കൊന്നമരം എന്ന് വിളിക്കാൻ തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. ഐതിഹ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിഷുവിൻ്റെ വരവറിയിച്ച് ദിവസങ്ങൾക്ക് മുൻപേ വഴിയോരങ്ങളിലും ഗൃഹാങ്കണങ്ങളിലും കണിക്കൊന്ന നിറയെ പൂത്തുലിഞ്ഞു നിൽക്കുന്നത് നയനമനോഹര കാഴ്ച തന്നെയാണ്. കൾച്ചറൽ ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത.